ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. സൗത്ത് അമേരിക്കൻ കപ്പിലെ രണ്ടാമത്തെ മത്സരമായിരുന്നു സാന്റോസ് ഇന്ന് കളിച്ചത്. ഇന്നത്തെ മത്സരത്തിലും വിജയിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. പരാഗ്വൻ ക്ലബ്ബായ റിക്കോലേറ്റ ആയിരുന്നു സാന്റോസിന്റെ എതിരാളികൾ. രണ്ട് ടീമുകളും ഓരോ ഗോളുകൾ വീതം നേടിക്കൊണ്ട് സമനിലയിൽ പിരിയുകയാണ് ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം, ആദ്യത്തെ മത്സരത്തിൽ ഇക്കഡോറിയൻ ക്ലബിനോട് സാന്റോസിന് തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു. നെയ്മർ ജൂനിയർ ഇന്ന് ഗോൾ അടിച്ചിട്ടുണ്ട്. മത്സരത്തിന്റെ തുടക്കത്തിൽ തന്നെ, അഥവാ 4ാമത്തെ മിനിറ്റിൽ തന്നെ നെയ്മർ ഗോൾ അടിക്കുകയായിരുന്നു. ഗാബി ഗോളാണ് അതിന് അസിസ്റ്റ് നൽകിയത്. മികച്ച ഒരു മുന്നേറ്റമാണ് ഗാബി ഗോളും നെയ്മറും ചേർന്നുകൊണ്ട് നടത്തിയിട്ടുള്ളത്. അത് ഗോളായി മാറി എന്നുള്ളതാണ്. പിന്നീട് 33ാമത്തെ മിനിറ്റിൽ നെയ്മർക്ക് ഒരു യെല്ലോ കാർഡ് വഴങ്ങേണ്ടി വന്നു. പിന്നീട് ആദ്യ പകുതിയുടെ അവസാനത്തിൽ സാന്റോസ് ഒരു പെനാൽറ്റി വഴങ്ങി. അതോടുകൂടിയാണ് റിക്കോലേറ്റ സമനില ഗോൾ നേടിയത്. പിന്നീട് ഗോളുകൾ ഒന്നും പിറന്നില്ല. മത്സരത്തിൽ നെയ്മർ മികച്ച പ്രകടനമാണ് നടത്തിയത്. ഒരുപാട് അവസരങ്ങളൊക്കെ ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. നല്ല സ്കില്ലുകളൊക്കെ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു. പക്ഷെ സാന്റോസിന് വിജയിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് നെയ്മറെ സംബന്ധിച്ചിടത്തോളം നിരാശ നൽകുന്ന ഒരു കാര്യമായിരിക്കും. ഏതായാലും ഇനിയിപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു മത്സരമാണ് സാന്റോസിനെ കാത്തിരിക്കുന്നത്. ഏപ്രിൽ 20-ാം തീയതി അർദ്ധരാത്രി നടക്കുന്ന മത്സരത്തിൽ കരുത്തരായ ഫ്ലുമിനൻസ് ആണ് സാന്റോസിന്റെ എതിരാളികൾ. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.